ഇന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എല്ലാവർക്കും സുപരിചിതനായ ഒരു മനുഷ്യന്റെ പുസ്തകമാണ്. നീതിമാനായ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. ഇയ്യോബ് എന്ന് പറഞ്ഞപ്പോഴേ പലരുടെ മുഖത്ത് ഒരു വലിയ സന്തോഷം. ഇത് ഞങ്ങൾ എത്ര കേട്ടതാ, കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ എന്റെ ബുദ്ധിക്കും വിവരത്തിനും വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സന്ധ്യയിൽ ഇയ്യോബിൽ നിന്ന്, എന്നാൽ ഇയ്യോബിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവബന്ധത്തിലായിരിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നീതിമാനായ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. ഇയ്യോബ് നിലവിളിക്കുന്നു, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായമുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ നമ്മളിൽ ഭൂരിപക്ഷം പേരും ആദ്യത്തെ ഒരു 3 അധ്യായം വായിച്ച് മിക്കവാറും ഒക്കെയും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഉറുമ്പുകടി വേദന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പം നമ്മൾ വലിയ വിശ്വാസികളായിട്ട് പറയും, യഹോവ തന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു ചില ചോദ്യങ്ങളൊക്കെ, നിങ്ങൾ എന്നോട് പറയും താൻ കൂടുതൽ വിളച്ചിലെടുത്താൽ തന്റെ വിസ. അതുകൊണ്ട് ഞാൻ അധികം ദേഷ്യപ്പെട്ട് ചോദിക്കാത്തത്. എന്നാലൊന്ന് പറഞ്ഞാട്ടെ, യഹോവ തന്നു, യഹോവ എടുത്തു. ഇതെല്ലാ വിശ്വാസികളും ചെറിയ ത്യാഗങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ പറയുന്നതാണ്. ഇയ്യോബ് പറഞ്ഞതുപോലെ പറഞ്ഞു എന്നാ പറയുന്നത്. എന്നാൽ 42 അധ്യായമുള്ള ഈ പുസ്തകം കഴിയുമെങ്കിൽ നിങ്ങൾ ഇരുന്ന് വായിക്കണം. ഇയ്യോബിന്റെ സഹനത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. പലപ്പോഴും ഇയ്യോബിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പം, പഴമയ നിയമം വായിക്കുമ്പോൾ പോലും ഇയ്യോബിന് കൊടുക്കുന്ന ടൈറ്റിൽ, ഞാൻ പറഞ്ഞ ടൈറ്റിൽ നീതിമാനായ ഇയ്യോബ്. പിന്നെ എന്തുകൊണ്ടാണ് നീതിമാനായ ഇയ്യോബിനെ ദൈവം പരിശോധിച്ചത്? ഇന്ന് എനിക്ക് രാവിലെ ഒരു പനിയുടെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. ഞാൻ ഫുൾ ടൈം കിടപ്പായിരുന്നു. ഇന്ന് അവിചാരിതമായിട്ട് എന്റെ ഫോണിൽ ഞാൻ കണ്ടത് ഒരു എക്സ് മുസ്ലിമിന്റെ ഒരു ഡിബേറ്റാ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്യാപ്പിംഗ് വിത്ത് ഗോഡ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ തിരികെ കയറ്റുന്നവരാ. നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, ദൈവത്തെ തിരികെ കയറ്റുന്നവരാ. പല കാര്യങ്ങളിലും നമുക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല പല കാര്യങ്ങളിലും, പക്ഷെ നമ്മൾ ദൈവവിശ്വാസികളാണെന്ന് അടിക്കാൻ തിരികെ കയറ്റുന്നവരാ. അതുകൊണ്ടാണ് നമ്മൾ ഇയ്യോബിന്റെ ജീവിതം കൃത്യമായി പഠിക്കാതെ ഇയ്യോബിനെ മാതൃകയാക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം ഇയ്യോബിനെ പരിശോധിച്ച്? സാത്താനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരിൽ പ്രധാനിയായിരിക്കുന്ന സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് ഇതിന്റെ റീസൺ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം വേദപുസ്തകത്തിന്റെ നടുവിലായി സ്ഥാപിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഇയ്യോബിനെ പരിശോധിച്ചത്? അതിന്റെ ഒന്നാമത്തെ ഉത്തരം, എന്തുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്? ഒന്നാമത്തെ കാരണം, ആവർത്തന ദൈവശാസ്ത്രം ഒരു വിശ്വാസം യഹൂദന്മാരെ പഠിപ്പിച്ചു. മറ്റൊന്നുമല്ല, നീ നീതിയായിട്ടും സത്യസന്ധമായിട്ടും ദൈവബന്ധത്തിൽ ജീവിച്ചാൽ എല്ലാ സമൃദ്ധിയും തന്ന് യാതൊരു പരിശോധനയും കൂടാതെ ദൈവം നിന്നെ നടത്തിക്കൊള്ളും. നീ സത്യസന്ധമായും ധർമ്മമനുഷ്ഠിച്ച് ജീവിച്ചാൽ യാതൊരു കേടും നിനക്ക് പറ്റത്തില്ല. ഈ ഒരു വിശ്വാസത്തെ പൊളിച്ചെഴുതിയ പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ആദ്യം പറയുന്നത്, നേരുള്ളവൻ, നിഷ്കളങ്കൻ, അപവാദം പറയാനില്ലാത്തവൻ, ദൈവത്തെ വിട്ടവരാത്തവൻ, ദോഷം ചെയ്യാത്തവൻ. എന്തെല്ലാം ടൈറ്റിൽ! 916ന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു വിശ്വാസിയായിരുന്നു ആര്? ഇയ്യോബ്. എന്നിട്ടും ദൈവം ഇയ്യോബിനെ പരിശോധിക്കുക. ആ രംഗങ്ങളാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ദൈവം ഇയ്യോബിനെ പരിശോധിച്ചത്? ഇന്നസെന്റ് സഫറിംഗ്. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ഒരു പ്രധാന വിഷയമാണ് ഇന്നസെന്റ് സഫറിംഗ്, നീതിമാന്റെ പീഡനം. എന്തുകൊണ്ടാ? നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ, ഞാൻ സത്യസന്ധമായി ജീവിച്ചില്ലേ, അവരെന്നെ ദോഷം ചെയ്യാതിരുന്നില്ലേ, എന്റെ കുടുംബത്തിൽ വിശ്വസ്തനായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി, വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലേ? അതിന്റെ ഉത്തരം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ജോബ് വാസ് അവെയർ അബൌട്ട് ദാറ്റ് ഫാക്ട്, ഹി വാസ് റൈച്ചസ്. താൻ നീതിമാനായിരുന്നുവെന്ന് ഇയ്യോബിന് തന്നെ അറിയാമായിരുന്നു. ഇതാ അവന്റെ കുഴപ്പം. താൻ നീതിമാനായിരുന്നു എന്ന് ഇയ്യോബിന്റെ ബോധ്യമായിരുന്നു അവന്റെ പ്രശ്നം. അതുകൊണ്ടാണ് കുറെ സുഹൃത്തുക്കൾ അവന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. മൈക്കിന്റെ അടുത്ത് നിൽക്കുന്ന കുഴപ്പമില്ലല്ലോ അല്ലെ? എനിക്കൊരു പ്രശ്നമുണ്ട്, മൈക്കിന്ന് മാറിപ്പോ. ഇന്നലെ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മൈക്കിന് അടുത്തോട്ട് നിൽക്കണം. പ്രശ്നമുണ്ട്, കൈയൊന്ന് പൊക്കിയാൽ.
ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഇയ്യോബിന്റെ പരിശോധനയൊക്കെ കൂടെ നിന്നിട്ട് ഇയ്യോബിന്റെ എല്ലാ നഷ്ടങ്ങളിലും കൂടെ വന്നിട്ട് അവര് ഇയ്യോബിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മുതിർന്ന 3 സുഹൃത്തുക്കൾ ഇങ്ങനെ വാദം ആരംഭിക്കുക. ഇയ്യോബിന്റെ നഷ്ടത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യത്തെ വേദഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇയ്യോബ് എത്ര സമ്പന്നനാണ്. പഴയ നിയമകാലത്ത് മൃഗസമ്പത്ത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ അവന്റെ സമ്പത്തിനെ അളക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 7000 ആടുണ്ടായിരുന്നവനാണ് ഇയ്യോബ്. എനിക്ക് 9 ആടുള്ള ഒരു അച്ഛനാണ് ഞാൻ. എനിക്ക് കുവൈറ്റിലോട്ട് വരാൻ എന്റെ ടിക്കറ്റ് എല്ലാം ഓക്കെ ആക്കിയപ്പം എനിക്ക് വലിയ സങ്കടം ഉണ്ടായി. എന്റെ ഒരു ആട് പ്രസവിക്കാറായി നിൽക്കുകയായിരുന്നു. ഞാൻ അവളെ നവോമി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് അതിനെ ഇട്ടേച്ച് പോരാൻ വലിയ സങ്കടമായിരുന്നു. എനിക്ക് ആകെ ഒറ്റ പ്രശ്നമുള്ളൂ. ഞാൻ എപ്പോഴും പറയും, മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാളും നല്ലതാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയും. കാരണം നമ്മളൊന്ന് പോകുന്ന നമ്മുടെ വിടവ് അവർക്കറിയാവുന്നതാണ്. പോകട്ടെ, 1-2 ആടുള്ള എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴേ ഇയ്യോബിന് എത്ര ആടാ? 7000 ആട്. ഈ കണക്കോർത്ത് വെച്ചോണം കേട്ടോ. നിങ്ങൾ ഈ ദിനാർ എണ്ണി നല്ലപോലെ എണ്ണാൻ അറിയാമെന്ന് എനിക്കറിയാം. ഈ കണക്ക് അവസാനം ഞാൻ ചോദിക്കും. അപ്പൊ ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം തരാം. എത്ര ആടാണ്? 7000 ആട്. ഇനിയും 1000 കാള, 3000 ഒട്ടകം, 500 പെൺകഴുത. ഇത്രയുമാണ് മൃഗസമ്പത്ത്. കേട്ടല്ലോ? 500 കാള എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ എന്നാ. 1000 കാള, 3000 ഒട്ടകം, 500 പെൺകഴുത. ഇത്രയും മൃഗസമ്പത്ത്. ഇതിനെ നോക്കേണ്ടതിന് ദാസീദാസന്മാര്. അതുകൂടാതെ ഇനി മക്കളുടെ സമ്പത്ത് എത്രയാണ്? 7 ആൺമക്കളും 3 പെൺമക്കളുമായിട്ട് 10 മക്കളുള്ളവനാണ് ഇയ്യോബ്. ഇത്രയും സമ്പന്നനും നേരുള്ളവനുമായ ഇയ്യോബിന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ടാണ് ഇതെല്ലാം നഷ്ടമാകുന്നത്. അതിനകത്ത് വളരെ വേദനാജനകമായ ഒരു കാര്യം, ഈ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ദൂതനെ ദൈവം അവശേഷിപ്പിക്കും, അല്ലേ? സാത്താൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നീ എല്ലാ സമൃദ്ധിയും ഇയ്യോബിന് കൊടുത്തിട്ടുണ്ട്, കുവൈറ്റിൽ ഷെയ്ഖിന്റെ സ്വന്തം ആളാണ്, പിന്നെ അവന് ദൈവത്തെ വിളിക്കുന്നതിന് എന്നെ കുഴപ്പം? നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്ടു നോക്ക. ദൈവത്തെ ചലഞ്ച് ചെയ്യുക സാത്താൻ. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ആദ്യം 7000 ആട് പോയി, 3000 ഒട്ടകം പോയി, 1000 കാള പോയി, 500 പെൺകഴുത പോയി. ഇതെല്ലാം എന്ന് പറയുമ്പോഴും ഇയ്യോബ് കുലുങ്ങുന്നില്ല. അവസാനത്തെ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ 10 മക്കളും ഒരുപോലെ മരിച്ചുപോയി. പുത്ര ദുഃഖത്തെക്കാൾ വലിയ ദുഃഖമുണ്ടോ? ഇയ്യോബ് പറഞ്ഞു, ഇതിലൊന്നും ഞാൻ കുലുങ്ങത്തില്ല. ദൈവം സാത്താനോട് ചോദിച്ചു, എവിടെയെങ്കിലും ഇയ്യോബ് കുലുങ്ങിയോ? സാത്താൻ വിട്ടുകൊടുക്കത്തില്ല. സാത്താൻ പറഞ്ഞു, നീ അവനുള്ളതൊക്കെ അല്ലേ തൊട്ടെ, നീ അവന്റെ ശരീരത്തെ ഒന്ന് തൊട്ട് നോക്ക. അങ്ങനെ ഇയ്യോബിന്റെ അസുഖത്തെ കുറിച്ച് പറയുന്നത്, അടിതൊട്ട് മുടി വരെ മഹാവ്രണങ്ങളാൽ വ്യാധിയാൽ വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു മനുഷ്യനായി ഇയ്യോബിനെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വെണ്ണീറിലിരുന്ന് അവന്റെ വ്രണങ്ങളുടെ അസഹ്യമായ വേദനയും ചൊറിച്ചിലുമൊക്കെ കാരണം നോട്ട് കഷ്ണം കൊണ്ട് ഇങ്ങനെ തിരുമിയിരിക്കുക. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇയ്യോബ് ഇരിക്കുന്നത്. അവിടെയാണ് സുഹൃത്തുക്കൾ വന്ന് പറയുന്നത്, നിനക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ ഇയ്യോബ് പറയും, ഇല്ല, എന്റെ മക്കൾക്ക് പെശക് പറ്റിയിട്ടുണ്ട്, ഇതിന് ഞാൻ യാഗം കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ചില വാദങ്ങൾ ഉയർത്തുന്നിടത്ത് ഒരു വേള കുറെ വാദം ഉന്നയിച്ചതിന് ശേഷം തന്റെ കഠിനമായ പരിശോധനയുടെ നടുവിൽ ഇയ്യോബ് അയ്യം വിളിച്ചൊരു വാക്യമാ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിന്റെ തലയ്ക്കകത്തൊരു വെളിച്ചം തരാൻ തുടങ്ങിയ, എന്റെ സമ്പത്തിലല്ല, ദൈവം എന്നെ കൈവിട്ടാൽ പിന്നെ എനിക്കെന്ത് ആശ്രയം? ഇവിടെയാണ് ഇയ്യോബ് ഇത് റീകൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം കാത്തുപോകുന്ന നാളിന്റെ 3 പ്രത്യേകതകളാണ് ഇന്ന് സന്ധിക്കത്തെ ധ്യാനം. നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുക്കാവുന്ന വിഷയമാണ്. ദൈവം കാക്കുമ്പം നമുക്ക് ലഭിക്കുന്ന 3 പ്രോഫിറ്റുകളാണ്. ഒന്ന്, അതിന്റെ തന്നെ 29-ാം അധ്യായം തന്നെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ ശോഭിച്ചിരുന്നു. അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ ശോഭിച്ചിരുന്നു. ദൈവിക പ്രകാശം ഒരു മനുഷ്യന് ജീവിതത്തെ 2 രീതിയിൽ നേരിടാം. ഒന്നെങ്കിൽ ഒരു വിശ്വാസിയാകാം, അല്ലെങ്കിൽ അവിശ്വാസിയാകാം. ഇന്ന് നമ്മുടെ കൊച്ചു തലമുറയൊക്കെ, യങ്ങർ ജനറേഷനൊക്കെ വിശ്വാസം വിട്ടു ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതിനൊരു പ്രധാന കാരണം ഞങ്ങളുടെ പൗരോഹിത്യ വർഗമാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. കാരണം കെട്ടും മട്ടും എല്ലാം നമ്മൾ പകിട്ടൊക്കെ വർദ്ധിപ്പിച്ചു. പക്ഷെ ആന്തരികത, ഞാൻ എപ്പോഴും അതുകൊണ്ട് പറയാറുണ്ട്, എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും പലപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കീച്ചിക്കൊണ്ടിരിക്കുക. എന്നതാണ് ഇത്? മനസ്സിലായിട്ടുണ്ടോ? നാഥനെ വാഴ്ത്തുവിനുത്തമരേ. ഉത്തമരാണോ എന്ന് ചിന്തിച്ചിട്ട് ഇത് ചൊല്ലാൻ പിന്നെ പറ്റുമോ?
നമ്മൾ ചൊല്ലുന്നത് എന്താണെന്ന് പോലും നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നു. അതുകൊണ്ടാണ് ബാഹ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്, എല്ലാ പ്രകടനങ്ങളും ഉണ്ട്. ഇന്ന് വൈദികരാണ് വിശ്വാസത്തിലെ റിലിജനോട് ക്ഷമിക്കണം ഏറ്റവും കൂടുതൽ ഇന്ന് അപജയങ്ങൾ വരുത്തുന്നതെന്ന് ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ മഹിമ പോയി അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങാനോ ആഴങ്ങളെ പഠിക്കാനോ ആരും ശ്രമിക്കുന്നത്. എല്ലാവർക്കും ബഹനാനത്തിന്റെ ശബ്ദം കേട്ടാൽ മതി. എന്റെ കൂടെ പഠിച്ച അച്ഛൻ, ഞാൻ അച്ഛനോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഹൂത്തോമ മാത്രമായിട്ടൊരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ഇല്ല. കരളലിയിക്കുന്ന സദറാ പ്രാർത്ഥന, അങ്ങനെ ഒരു കരള് അലിഞ്ഞു പോകുന്ന ഒരു സദറാ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ഇല്ല. ഉണ്ടോ? ഞാൻ പറയും, എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി ഞാൻ കേട്ടിട്ടുള്ളത് പരിമലയിലിരുന്ന് ജോസഫ് റമ്പാച്ചൻ ചൊല്ലുന്നതാ. ആർക്കും ശ്രവണസുഖമുള്ള ശബ്ദമല്ല. കാരണം ഒരു ആക്സിഡന്റിൽ പെട്ട് തൊണ്ടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായ റമ്പാച്ചന്. പക്ഷെ അദ്ദേഹം ചൊല്ലുന്നത് ആത്മാവിൽ നിന്നാ. ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറയുന്നതിനിടയ്ക്ക് ഒരു 10 കട്ടിങ് കാണും, 10 വെള്ളി കാണും. പക്ഷെ ആ മനുഷ്യൻ ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ട്. അവിടെ നമുക്ക് ഇമ്പമില്ല. ഇമ്പം കൂടിയാൽ എന്ത് പറ്റും? ദൈവത്തിന് നമ്മളോടുള്ള കമ്പം കുറയും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പീസ് അല്ല, ആദിയോട് എന്താ മുതൽ സംബന്ധിക്കും. അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. എന്താ വിശുദ്ധ കുർബാന എന്ന് ചോദിച്ചാൽ, ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും. എനിക്ക് വലിയ സന്തോഷം. ഇത് ഉറച്ചു ചെല്ലണം, കൊയറുകാർക്ക് മാത്രമുള്ളതല്ല. ഈ കുർബാന എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അനുഗ്രഹമാണ്, ഇത് സമാധാനമാണ്, ഇത് ബലിയാണ് എന്ന് പറയാൻ നമുക്ക് ഉച്ചത്തിൽ പറയാൻ സാധിക്കണം, വേണ്ടേ? അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നിന്നിട്ട് ഒരു വിശ്വാസ സമൂഹം ഉറച്ചു ചെല്ലും, ഞങ്ങൾ നിന്റെ മരണത്തെ ഓർക്കുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുന്നു. തീർന്നോ? അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം കേട്ടോ. നിന്റെ രണ്ടാമത്തെ വരവിനായി നിങ്ങൾ നോക്കി. ഇതാ സഭ, ഇതാണ് സഭയുടെ വിഷൻ. പക്ഷേ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് വ്യതിചലിച്ചു പോയി. അവിടെയാണ് നമ്മുടെ വരും ജനറേഷൻ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോയി. ഞാൻ കഴിഞ്ഞ വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ അവിടെ ചെന്നത്. അച്ഛനെ ഞാൻ അവിടെ വെച്ചൊരു തവണ കണ്ടിട്ടുമുണ്ട്. അവിടെ ചെന്ന സമയത്ത് ചാപ്പല് കുഞ്ഞുങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ചാപ്പലിന്റെ എല്ലാ വിൻഡോസിലും കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും അധികം വന്ന് ശല്യം ചെയ്യാത്ത ഒരേ ഒരു സ്ഥലം ആ കോളേജിലുള്ളത് എവിടെയായിരുന്നു? ഞാൻ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ആ കർട്ടൻ എല്ലാം പറിച്ച് വള്ളക്കളഞ്ഞു. പിള്ളേർ പറഞ്ഞു, അയാൾക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ കുശുമ്പാന്ന് പറഞ്ഞു. സാരമില്ലെന്ന് വിചാരിച്ചു. ഞാൻ പള്ളിക്ക് അതെല്ലാം പെയിന്റ് അടിച്ചു, എല്ലാം വൃത്തിയാക്കി. ഞാൻ ആരെയും പള്ളി വരാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സമയക്രമീകരണമൊക്കെ ഒന്ന് പുനഃസ്ഥാപിച്ചിട്ട് കുഞ്ഞുങ്ങളോടൊന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി. ഞാൻ പോരാൻ നേരത്ത് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചു. അതെന്റെ മിടുക്കാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ എന്റെ ആ ഒരു വർഷത്തെ അവിടുത്തെ സേവനത്തിലെ എന്റെ ക്യാപിറ്റൽ ആ കുഞ്ഞ. ഒരിക്കലും ഞാൻ അവരുടെ അപജയമാണെന്ന് പറയത്തില്ല. ഒരു ചെറുപ്പക്കാരന്റെ ബുള്ളറ്റിന്റെ പെട്രോൾ ടാങ്കിൽ ഒരു വാചകം എഴുതി. ഞാൻ ഒരുപാട് ചിരിച്ചു. അവൻ എഴുതി വെച്ചിരിക്കുകയാണ്, ആരും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിൽ ഒരു ഭ്രാന്തനെ പോലെ. കാരണം അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ അവരെ ഈ ദൈവത്തിന്റെ ലിങ്കിലേക്ക് കൊണ്ടുവരുവാനോ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ സാധിക്കത്തില്ല. അവർക്കൊരനുഭവമായിട്ട് അതിനെ കൊടുക്കാൻ നമുക്കൊരു മാതൃക ഉണ്ടാകണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്ര പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിക്കുന്നവരെ കാണിച്ചു കൊടുത്തില്ലെങ്കിലോ? അതുകൊണ്ട് ജീവിതത്തെ 2 രീതിയിൽ നേരിടാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിശ്വാസിയുമാകാം, വിശ്വാസിയും. പക്ഷേ ജീവിതത്തെ കൂടുതൽ തെളിമയോടുകൂടിയും ആശ്വാസത്തോടും കൂടി നേരിടണമെങ്കിൽ ഒരു വിശ്വാസിയായേ തരമുള്ളൂ. അവിടെയാണ് ഈ വെളിച്ചം നമുക്ക് ആവശ്യം. എന്റെ തലയ്ക്ക് മീതെ അവന്റെ ദീപം ഉണ്ടായിരിക്കണം. യോബ് പറയുകയാണ്, എവിടെയോ എന്റെ നീതിയിൽ ഞാൻ അമിതമായിട്ട് ആശ്രയിച്ചെടുത്ത് എന്റെ ദൈവത്തെ ഞാൻ വിട്ടുകളഞ്ഞു. ഇന്ന് എന്റെ ജീവിതം കൂരിരുള്ള. പക്ഷെ ദാവീദ് അതുകൊണ്ടാണ് ഇന്നലത്തെ സങ്കീർത്തനത്തിൽ ഒരു വാചകം പറയുന്നുണ്ട്, നിങ്ങളത് പാടുകയും ചെയ്തു. എനിക്ക് 2ാമത്തെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, even if I walk through the valley of shadow of death, മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താ? നിന്റെ വടിയും പോലും, നിന്റെ സാന്നിധ്യം എന്നോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇത് പറഞ്ഞ ദാവീദ് എന്താ സൂചിപ്പിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്? ദുരനുഭവങ്ങളുണ്ട്, ഇരുളിന്റെ അനുഭവമുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്താന്ന് ചോദിച്ചാൽ, അവന്റെ തലയ്ക്ക് മേലെ അവിടെയും എന്തുണ്ടാകും? ഒരു വെളിച്ചമുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം പരിശോധനയുടെ അറ്റത്ത് നമ്മെ കൊണ്ടു നിർത്തും.
നിരാശയുടെ ഗുഹയിൽ നമ്മൾ ഒളിച്ചിരിക്കുമ്പോഴും ദൈവം പുറകെ വന്നിട്ട് വിളിക്കും, നീ പുറത്തു വരിക, എന്റെ മുൻപാകെ നിൽക്ക. ജീവിതത്തെ കൂടുതൽ ഒന്നുകൂടെ പ്രകാശപൂർണമായി കാണണമെങ്കിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, ഒരു ദൈവ ബന്ധം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിൽ എനിക്കിഷ്ടമുള്ള ഒരു വേദഭാഗമാണ്, യേശുക്രിസ്തുവിനെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പരീക്ഷന്മാർ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു ടെസ്റ്റ് ആയിരുന്നു പാപിനിയായ ഒരു സ്ത്രീയെ, വേശ്യാവൃത്തിയിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയെ, അഡൾട്ടറിയിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഇവരുടെ എല്ലാം കയ്യിൽ എന്തുണ്ടായിരുന്നു? പുരുഷന്മാരുടെ കയ്യിൽ കല്ലുണ്ടായിരുന്നു. എന്തിനാണ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്? രണ്ട് കാര്യം. ഒന്ന്, സ്ത്രീ അല്ല ഇവരുടെ വിഷയം, ഇവളെ കൊല്ലുക എന്നുള്ളതോ നിയമം നടപ്പാക്കുക എന്നുള്ളതല്ല, ഇവൻ നിയമത്തിന്റെ പുത്രനാണോ എന്ന് അറിയണം. യേശുക്രിസ്തുവിന്റെ മുൻപാകെ കൊണ്ടുവന്നു. ഈ സ്ത്രീ ഈ പുരുഷന്മാരുടെ മുൻപാകെ ശബ്ദമില്ലാതെ, തന്റെ ഭാഗം പറയാൻ നിവൃത്തിയില്ലാതെ തലകുനിച്ച് നിൽക്കുന്നതാ വേദപുസ്തകം നമ്മെ അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തുവും തലകുനിച്ചിരിക്കുക. ആണോ? ഒറ്റ വാചകമേ ചോദിച്ചുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ആരെങ്കിലും കല്ലെറിഞ്ഞോ? കല്ല് താഴെ ഇട്ടിട്ട് പോയതാ പറഞ്ഞത്. നിങ്ങൾ ഇതിന്റെ കൂടുതൽ പഠനം നടത്തണം. യേശു ന്യായപ്രമാണം കൃത്യമായി അനുഷ്ഠിക്കുക അവിടെ ചെയ്തത്. ആവർത്തന പുസ്തകം 22-ാം അധ്യായം വ്യവസ്ഥ പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും ഒരു സ്ത്രീക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു പാപയുള്ളൂ. എന്താ? വ്യഭിചാരം. അതിനൊരാളും കൂടെ വേണം. ആര് വേണം? ഒരു പുരുഷനും കൂടെ വേണം. വേണോ? അതിനൊരു വ്യവസ്ഥയും കൂടെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 22-ാം അധ്യായം, ഇന്നത്തെ ഹോംവർക്കാ, വീട്ടിൽ ചെന്ന് വായിച്ചോ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കന്യകയായ യുവതിയെ ഒരു പട്ടണത്തിൽ വെച്ച് ഒരു പുരുഷൻ നശിപ്പിക്കാൻ ശ്രമിച്ചു. പട്ടണമാണ്, ഉറക്കം നിലവിളിച്ചാൽ ആരെങ്കിലും വന്ന് അവളെ രക്ഷിക്കാം, അല്ലേ? അവൾ ഉറക്കം നിലവിളിച്ചില്ല എങ്കിൽ കുറ്റം സ്ത്രീക്കും അതോടൊപ്പം ആ പുരുഷനുമാണ്. രണ്ടുപേരും കുറ്റക്കാരാണ്. ഇനി ഒരു വയലിൽ വെച്ചാണ്, ഒരു വിജന പ്രദേശത്ത് വെച്ചാണ് ഒരു സ്ത്രീ ഒരുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൾ ഒച്ച വെച്ചാലും വരാൻ ആളില്ല. അവിടെ കുറ്റക്കാരൻ പുരുഷൻ മാത്രമാണ്. ഈ സ്ത്രീ എവിടെയുള്ളവളാ? പട്ടണത്തിൽ വെച്ച് പിടിക്കപ്പെട്ടവളാ. അതുകൊണ്ടാണ് ക്രിസ്തു ചോദിച്ചത്, ഇവള് മാത്രമല്ലല്ലോ ഈ കുറ്റത്തിന് അർഹതപ്പെട്ടത്, ആണോ? ഇവളോട് കൂടെ പാപം ചെയ്യാത്തവരുണ്ട് എറിഞ്ഞു, പാപം ചെയ്തവരൊക്കെ മുന്നോട്ട് വാ. അതുകൊണ്ടാണ് കല്ല് താഴെ ഇട്ടിട്ട് പോയത്. എന്നിട്ട് അവളോട് ഒറ്റ വാചകമേ യേശുക്രിസ്തു പറയുന്നുള്ളൂ, ഇനി മേലാൽ ഇതിന്റെ പേരാ വെളിച്ചം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരു അപജയം വരുമ്പം ഒരുപക്ഷെ മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, നമ്മളോടൊന്ന് പിണങ്ങിയാൽ നമ്മളെ തളർത്താൻ ആദ്യം അവരെടുത്ത് ഉപയോഗിക്കുന്ന അസ്ത്രം നമ്മുടെ ആ പരാജയമോ നമ്മുടെ വീഴ്ചയോ ആയിരിക്കും, അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 6 സപ്ലൈ ആയിട്ടിരിക്കുന്ന വീട്ടിൽ വന്നിരിക്കുന്ന മോൻ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കായിരുന്ന അപ്പൻ എടുത്തതായി പറയും, ഒന്നും കൊണ്ടുമല്ലടാ 8 ലക്ഷം രൂപ മുടക്കിയിട്ട് നീ പോയി തോറ്റിട്ട് വന്നെന്ന് പറയും. അവന് പിന്നെ 8 ലക്ഷം രൂപ മുടക്കിയ ഒരു ഫിനാൻസറുമായിട്ടുള്ള ബന്ധമേ അപ്പനുമായിട്ട് ചിലപ്പോൾ കാണത്തുള്ളൂ. അവിടെയാണ് ഒരു തിരുത്ത്, ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചത്തെ കണ്ടെത്തി. ഇരുളിന്റെ അനുഭവം ജീവിതത്തിലുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു വെളിച്ചമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഏതോസത്തിൽ മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തി ഇങ്ങനെയാണ്, വുമൺ വിത്ത് ഇഷ്യൂ ഓഫ് ബ്ലഡ്, രക്തസ്രാവക്കാരിയായ സ്ത്രീ. അവളുടെ യാത്ര ദുഷ്കരമാണ്, പക്ഷെ എങ്കിലും അവൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു, അല്ലേ? വെളിച്ചം തേടി വരികയാണ്. കാരണം പുരുഷന്മാരുടെ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ അവൾ വന്നിട്ട് ചെയ്ത കാര്യം എന്താ? യേശുക്രിസ്തു പോലും അറിയാതെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിലൊന്ന് തൊട്ടെന്ന് അവൾ വിശ്വസിച്ചത്. യേശുവിനെ തിങ്ങി ഞെരുങ്ങിയ ആളുകളും ശിഷ്യന്മാരും ഉണ്ട്. യേശുക്രിസ്തു തിരിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആര്? ശിഷ്യന്മാർ വിചാരിച്ചാണ് ഇയാൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, ഈ മനുഷ്യര് മുഴുവൻ ഞെക്കി ഞെരുക്കിക്കൊണ്ടിരിക്കുക. അവിടെയാണ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചത്, എന്നെ തൊട്ടതാരാ? ഈ ചോദ്യം നമ്മുടെ പള്ളിക്കുള്ളിൽ നിന്ന് ഉയരും. എല്ലാ ഞായറാഴ്ച വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. സമാജത്തിൽ നിന്ന് പിന്നെ ഇറങ്ങിക്കൊടുക്കത്തില്ല. ഞങ്ങള് കമ്മിറ്റിയിൽ ഞങ്ങളില്ലെങ്കിൽ പറ്റത്തില്ല. സൺഡേ സ്കൂളിൽ മുഴുവൻ പഠിച്ചത് +2 A+ ആയിരുന്നു. എല്ലാവരും നിൽക്കുമ്പോ മഹാടവക യേശുക്രിസ്തു ചോദിച്ചിട്ട് ചോദിക്കും ചിലപ്പം, എന്നെ തൊട്ടതാരാ? നമ്മൾ ലജ്ജിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷെ. നമുക്ക് അവിടെ ഒരു ഉത്തരം പറയണം. ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഞാനാ. അവിടെയാ പറയുന്നത്, ഇവളുടെ വിശ്വാസം എത്ര വലുത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ തൊടാനുള്ള കൈനീട്ടൽ എന്തിനാണെന്ന് ചോദിച്ചാൽ,
മനുഷ്യരിലുള്ള ആശ്രയത്തിനൊക്കെ പരിമിതികളും പരിധികളും ഉണ്ട്. ജീവിതത്തിൽ അതാ പറഞ്ഞത്, ചില സന്ദർഭങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ മാത്രം കിടക്കേണ്ടുന്ന ചില ചെങ്കടലുകളുണ്ട്, ഇല്ലേ? അത് മാനസികമായ ഒറ്റപ്പെടലുകളായിരിക്കാം, വ്യഥകളായിരിക്കാം. ക്രിസ്തുവിന്റെ മാർവോട് ചാടിയ ശിഷ്യനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം അതാ. യോഹന്നാൻ സൈക്കോളജിക്കലി എലോൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാ, ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാ. അതുകൊണ്ടായിരിക്കും അച്ഛൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അവന് കൂട്ടായിട്ട് കന്യാമറിയാമിനെ കൊടുത്തു എന്ന് പറയാം. ഇതാ നിന്റെ. എപ്പോഴും നമുക്ക് എല്ലാ മനുഷ്യരും നമ്മുടെ ചുറ്റും കാണണമെന്നില്ല, പക്ഷെ നമുക്ക് തൊടാൻ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിലെ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില അനുഭവങ്ങളിലും നമുക്ക് തൊടാനൊരു ആളുണ്ട് എന്ന് വിശ്വാസം ക്രിസ്തീയ ജീവിതം. അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. എല്ലാവരും കുറ്റപ്പെടുത്തതിന് നടുവില് യോബ് പറയുകയാണ്, അവന്റെ ദീപം, അവന്റെ പ്രകാശം എന്റെ ഇരുളിൽ എനിക്കുണ്ടായിരുന്നു. 2, ദൈവം എന്നെ കാത്തുപോകുന്ന ആളിലെ രണ്ടാമത്തെ പ്രത്യേകത, കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. 4-ാം വാക്യം 29-ാം അധ്യായം. ദൈവത്തിന്റെ സഖ്യത ആദ്യം ചെയ്തതിനു ശേഷം മനുഷ്യനുണ്ടായ ഏറ്റവും വലിയൊരു അപകടം ദൈവത്തിന്റെ സഹിത്വം വിട്ടുപോയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം തോട്ടം സ്ഥാപിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് അവന് കൊടുത്ത ഏറ്റവും വലിയൊരു ഗുണം ദൈവത്തോടൊപ്പം നടക്കാനാണ്. പാപം ചെയ്ത മനുഷ്യൻ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിട്ട് ദൈവ സംസർഗത്തിൽ നിന്ന് മാറപ്പെട്ടു എന്നാ പറയുന്നത്, അല്ലേ? ദൈവസഹിത്വം എവിടെയോ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് പാപത്തിന്റെ വലിയൊരു പ്രശ്നം. ആ വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന മനുഷ്യൻ. എന്നാൽ ഇവിടെ യോബ് പറയുകയാണ്, കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. കൂടാരം എന്ന് പറഞ്ഞാൽ വീടെന്നല്ല അതിന്റെ അർത്ഥം. ഹീബ്രു ഭാഷയിൽ അതിന്റെ റൂട്ട് പറഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ടതിനൊക്കെയും ദൈവത്തിന്റെ സഹിത്വം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സ്ഥാനങ്ങളിൽ മനുഷ്യർ നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നത്, തിരിച്ചറിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ദൈവ മനുഷ്യരല്ലാത്തത് കൊണ്ടാണ്. പൂച്ചു പുറത്താകുക എന്ന് പറയും, അല്ലേ? ചെമ്പ് തെളിയുക എന്ന് പറയും. നമ്മുടെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടാകണം. അതെന്തുമായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, സഭാജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ. ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, കുടുംബജീവിതത്തിലാണ് വളരെ രസകരമായ ഒരു സംഗതി യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴുണ്ട്. ദൈവം യോബിന് കൊടുത്ത് എല്ലാത്തിനും തിരിച്ചെടുത്തു, ഒരു സാധനം മാത്രം തിരിച്ചെടുത്തില്ല. നിങ്ങൾ ആദ്യം ചിരിച്ചു. എന്തുവാ? കാരണം ദൈവത്തിനറിയാം ഇതിനേക്കാൾ വലിയൊരു പരിശോധന ലൂസിഫറിന് പോലും കൊടുക്കാൻ പറ്റത്തില്ല. അത് ചെയ്യുകയും ചെയ്യും, കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും, അല്ലേ? അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ട് വലിയ വ്യഥയിലും ശരീര പ്രതിസന്ധികളിലും ഒക്കെ ഇരിക്കുമ്പം യോബിന്റെ ഭാര്യ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ എന്റെ കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയും, എടോ മനുഷ്യ, നാണമില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ തനിക്ക് പോയി ചത്തോടേന്ന്. നമ്മളാണേ ഞാൻ തന്നെ കെട്ടുന്ന നേരത്ത്, എടോ മനുഷ്യ തനിക്ക് പോയി ചത്തൂടേന്നാ ചോദിച്ചത്, പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലേ? പണ്ടൊരു അച്ഛൻ ഒരു കഥ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേലും ഒരു 10-25 പേരെ കെട്ടിച്ച അച്ഛനാ. എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു സമയം ഈ താലി എടുത്ത് കയ്യിലോട്ട് കൊടുക്കുമ്പോഴാണ്. ഈ ഇരിക്കുന്ന പുരുഷ കേസരികളുടെ ഒക്കെ കൈ ഇങ്ങനെ, അല്ലേ? ഇല്ലെന്നൊന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കും, നുണ പറയരുത്, ഞാനൊരച്ഛനാ. ഒരച്ഛൻ പറഞ്ഞു, ഒരിക്കലും ഒരു കണക്ക് സാറ്, പിള്ളാരെ നീറ്റിലും നിലനിർത്താത്തൊരു കണക്ക് സാറ്, പുള്ളിയെ കാണുമ്പോൾ തന്നെ പിള്ളേർ മൂത്രം ഒഴിക്കുന്ന ഒരു സാറിന്റെ കല്യാണമായി. സാറ് കല്യാണത്തിനൊക്കെ വളരെ മീശയൊക്കെ പിരിച്ചിങ്ങനെ നിൽക്കുക. അച്ഛൻ താലി എടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പോൾ സാറിന്റെ കൈ ഇങ്ങനെ ആലില പോലെ ഇറക്കാൻ തുടങ്ങി. അച്ഛൻ നോട്ട് ചെയ്തു. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അച്ഛൻ കണക്ക് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ കപ്പടാ മീശയും വെച്ച് ഈ പിള്ളേരെ എല്ലാം നീറ്റിൽ നിലനിർത്താത്ത സാറല്ലയോ, എന്താ പറ്റിയടാ? പിന്നെ നിന്റെ കയ്യിലോട്ട് ആ താലി എടുത്ത് തന്നപ്പോ കൈ അങ്ങ് വിറച്ചത്, സാറ് വിട്ടുകൊടുക്കുവോ? അച്ഛനോട് അങ്ങനെ പറയാൻ പറ്റുമോ? അച്ഛാ, അത് കൈ വിറച്ചതല്ല, പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ചതാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി, ഇല്ല ഇവര് വിശ്വസിക്കത്തില്ല. പക്ഷെ ഏത് പുരുഷനും, അതുകൊണ്ട് ഞാൻ പറയും, വന്നപ്പോ തൊട്ട് സ്ത്രീ വിരുദ്ധത പറഞ്ഞ് മീറ്റുവിൽ എന്നെ ഉൾപ്പെടുത്തരുത്. സത്യത്തിൽ ആണുങ്ങളാ പാവം, അല്ലേ? അല്ലേ? ഈ സ്വഭാവം കൊണ്ട് അച്ഛന് പെണ്ണ് കിട്ടാത്തതെന്ന് ഓർക്കരുത്, വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ്. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധതയൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഓർത്തോ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം നമ്മൾ പരാതികളിൽ ആരംഭിക്കുന്നത്, അല്ലേ?
ഇന്ന് ദൈവസന്നിധി ഒന്ന് മുട്ടുമടക്കി ഇന്ന് കയ്യെ പിടിച്ച് ആശ്വസിപ്പിക്കാൻ എത്ര പേർ കഴിഞ്ഞിട്ടുണ്ട്? യോബിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പക്ഷേ ആ പരിശോധന തിരിച്ചെടുത്തില്ല എന്ന് പറയുന്നിടത്ത് ഒരു അർത്ഥം ഉണ്ടായിരിക്കാം. പോകട്ടെ, യോബ് പക്ഷെ അവളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. യോബ് അവിടെയും വിട്ടുകളയുക. തന്റെ മക്കളും സമ്പത്തും എല്ലാം പോയിടത്തും കൂടാരങ്ങളുടെ ശിഥിലത കണ്ടിരിക്കുന്നിടത്ത് യോബ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാൻ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ആകണം, ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ. കാരണം എന്റെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകണം. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ പോലും എന്റെ ഈ പ്രതിസന്ധിയിൽ എന്റെ കൂടെ നിൽക്കുകയല്ല. അതിന്റെ കാരണം എന്റെ ദൈവസഹിത്വം വിട്ടുപോയതാ. മറിച്ച് എന്റെ ദൈവസഹിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം എന്നോട് കൂടെ ആക്കിയവരും എന്റെ കൂടെ നിന്നേനെ. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ ഒരു രോഗിയുടെ സൗഖ്യമാണ് നമ്മൾ കാണുന്നത്. മറ്റാരുമല്ല, ബെത്സയിദ കുളത്തിന്റെ അരികെ കിടന്ന 38 വർഷം, ഒന്നും രണ്ടും അല്ല, 38 വർഷമായിട്ട് ഒരേ കിടപ്പ് കിടന്ന ഒരു രോഗിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. യേശുക്രിസ്തു അവന്റെ അടുക്കലേക്ക് വരുന്നു. ആ കുളത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആണ്ടിലൊരിക്കൽ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് വരും, എന്നിട്ട് ആ കുളം കലക്കും. ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉള്ള മനുഷ്യൻ എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. ഇവൻ എവിടെയാ കിടക്കുന്നത്? ഈ കുളത്തിന്റെ പടവില. 38 വർഷം ഒരേ കിടപ്പ് കിടന്ന ആ മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവ് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കണ്ണിച്ചോരയില്ലാത്ത ചില ചോദ്യം ദൈവം തമ്പുരാൻ നമ്മൾ ചിലപ്പോൾ ചോദിക്കും. 38 വർഷം സൗഖ്യം തൊട്ടടുത്തുണ്ടായിരുന്നിട്ട് കിട്ടാത്ത ഈ മനുഷ്യനോട് യേശു തമ്പുരാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: നിനക്ക് സൗഖ്യമാകുവാൻ കാലിന് ഇച്ചിരി ആവതുണ്ടായിരുന്ന നട്ടൽ നോക്കിയൊരു തൊടി കൊടുക്കാൻ. ചോദ്യം ഇതാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. കാരണം പാപത്തിൽ തഴമ്പിക്കുക എന്നൊരു വാക്ക് ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കും, അല്ലേ? ഒരേ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നിടത്ത് നമ്മൾ അതിനോട് സമരസപ്പെടും. അതിനൊരു സൈക്കോളജിക്കൽ ടേം പറയാറുണ്ട്, സ്റ്റോക്ക്ഹോം സിൻഡ്രോം. നമ്മൾ ഏത് അവസ്ഥയിലാണോ മുന്നോട്ട് പോകുക അതിനോട് പിന്നെ നമ്മൾ സമരസപ്പെടും. ആ അവസ്ഥയിലേക്ക് പിന്നെ നമുക്ക് പരാതികളില്ലാതെ പോകും. പിന്നെ അതിൽ നിന്നൊരു ഉദ്ധാരണം ഉണ്ടാകണമെന്ന് ചിലർ ആഗ്രഹിക്കുക പോലുമില്ല. പ്രതീക്ഷകളൊക്കെ കൈവിടും. അവിടെയാണ് അവനോട് ആദ്യം ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകണമെന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ? ആ ചോദ്യം ചോദിച്ചതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അവിടെ അവൻ ആദ്യം പറഞ്ഞത് സൗഖ്യത്തെക്കുറിച്ചുള്ള സങ്കടമല്ല. അവൻ പറഞ്ഞ ആദ്യത്തെ സങ്കടം, ഈ കുളത്തിൽ ദൂതൻ കലക്കി രോഗികൾക്ക് ഇറങ്ങുന്ന സന്ദർഭം വരുമ്പം എന്നെ അതിലേക്ക് ഇറക്കാൻ എനിക്കൊരാളില്ല. പറഞ്ഞു മനസ്സിലായോ? 38 വർഷം അവിടെ കിടന്നിട്ട് അവന്റെ ജീവിതത്തിൽ സൗഖ്യം കിട്ടാത്തതിനേക്കാൾ വലിയൊരു ദുഃഖം അവൻ യേശുവിനോട് ഷെയർ ചെയ്യുക. ഒന്ന് തൊഴിച്ചിടാൻ പോലും എനിക്കൊരാള് ജീവിതത്തിലില്ല. നമ്മുടെ കേരളക്കരയിൽ ഒരു 50 വർഷത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു കവി ഉണ്ടായിരുന്നു, ഇടശ്ശേരി രാഘവൻ പിള്ള. നമ്മൾ പറയാറുണ്ട്, മനുഷ്യർ ഏറ്റവും സത്യസന്ധമായി സംസാരിക്കുന്ന സമയം എപ്പോഴാ? മരിക്കാറാവുമ്പോഴാ. ചിലരവിടെയും വെള്ളത്തിലൊക്കെ കാണിക്കും. അതുകൊണ്ട് ഒന്ന് കിടന്ന് മരിക്കാൻ പ്രാർത്ഥിക്കണം. ഒരു ക്യാൻസർ ഒക്കെ വരുന്നത് നല്ലതാ ഒരു കണക്കിന് നോക്കിയാൽ. ഒന്ന് ജീവിതത്തെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മരിച്ചു പോയാൽ അതുകൊണ്ടായിരിക്കാം പണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നതല്ല. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മാർത്ഥമായ 3 വരികളുണ്ട്. ഒന്ന് ഓർത്തു വെച്ചോണം. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, പ്രവർത്തിക്കാൻ ഒരു കർമ്മമണ്ഡലം ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ ജീവിതം ഒരു പരാജയം. ആത്മഹത്യയുടെ അവസാന വാക്കുകൾ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് 3ഉം ഇല്ലാത്ത മനുഷ്യൻ അവൻ പരാജിതനാണ്, അല്ലേ? നമ്മൾ എത്ര നാള് ജീവിച്ചു എന്നുള്ളതാണ് നോക്കാറ്. പക്ഷെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാ ഉത്തരം ദൈവത്തോട് പറയേണ്ടത്. അതിൽ എത്ര പേരെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്? ഇതൊരു ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യമായിട്ട് ഏറ്റെടുക്കണം. ദൈവബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവബന്ധത്തിലാണോ ജീവിക്കുന്നത് പരിശോധിക്കേണ്ടതിന് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കട്ടിലേറിരുന്നിട്ട് കണ്ണു പൂട്ടിയിട്ടൊന്ന് ചിന്തിക്കണം, എന്റെ ദൈവബന്ധത്തിൽ, എന്റെ സുഹൃത്ത് ബന്ധത്തിൽ, എന്റെ സഭാജീവിതത്തിൽ ആത്മാർത്ഥതയുള്ള എത്ര പേരെനിക്കുണ്ട്?
ഞാൻ നേടിയിട്ടുണ്ട്. ഇതൊരു ചോദ്യമാണ്. എന്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ, എന്റെ അപ്പനമ്മമാരോടുള്ള ബന്ധത്തിൽ, ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുന്നതിലും വലിയ കാര്യമായിരിക്കും. നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ അമ്മച്ചി ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അമ്മച്ചിയുടെ അടുക്ക പോയിട്ട് ചുമ്മാ അത് കേട്ടോണ്ടിരിക്കണം. അതിന്റെ പേര് സുവിശേഷം എന്നാണ്. നമ്മുടെ ബന്ധങ്ങളെ അങ്ങനെയൊന്നും നേടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേള നമ്മൾ നിരാശരായി പോകും, ഇല്ലേ? അതിന് ഇടവരാതിരിക്കാൻ യോബ് രണ്ടാമത് പറയാണ്, ദൈവം എന്നെ കാത്തു പോകുന്ന നാളിലെ പോലെ എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടാകണം. മൂന്നാമത് ഒരു കാര്യം യോബ് ഇവിടെ ആവശ്യപ്പെടുന്നത്, ദൈവം കാത്തു പോകുന്ന നാളിലെ മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് 7-ാം വാക്യം, അന്ന് എനിക്ക് മഹത്വം ഉണ്ടായിരുന്നു. At the city gates, Job was an acknowledged leader. കാരണം യോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ പലരുടെയും പ്രതിസന്ധികളിൽ തീർപ്പ് കൊടുത്തവനായിരുന്നു. അതുകൊണ്ട് സിറ്റി ഗേറ്റ്സ് എന്ന് പറയും. നഗരവാദിക്കൽ വെച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയ ഒരു മഹത്വമുള്ള നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു ആര്? യോബ്. അവിടെയാണ് യോബിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചു, വീഴുന്നവരെ നിന്റെ വാക്കാൽ നീ താങ്ങി, പക്ഷേ ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കിത് തട്ടിയിട്ട് നീ ഭ്രമിച്ച് പോകുന്നു. യോബിന്റെ വലിയ പ്രശ്നം തന്റെ മഹത്വം മനുഷ്യരിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. ദൈവം മഹിമപ്പെടുത്തിയതാണോ എന്ന ഒരു ചിന്തയുണ്ടാകുക. പലപ്പോഴും നമ്മളും മനുഷ്യരിൽ നിന്ന് മാനം ആഗ്രഹിക്കുന്നവരാ, അല്ലേ? നമ്മളെ കുറിച്ച് മനുഷ്യർ നല്ലത് പറയണം, നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്തെങ്കിലും ഒരു തിന്മ പറഞ്ഞാൽ നമ്മൾ അവരോട് പെട്ടെന്ന് പ്രതികരിക്കും. അതുകൊണ്ടാണ് വഴക്കുണ്ടാകുമ്പം ശരീരം അടുത്താൻ നിൽക്കുന്നതെങ്കിലും ശബ്ദം കണ്ടമാനം ഉയരും, അല്ലേ? അല്ലേ? വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ശബ്ദം കണ്ടമാനം ഉയർത്തും. എന്തുകൊണ്ടാ? എതിരാളിയെ തോൽപ്പിക്കാൻ മാനസികമായിട്ട് വളരെ അകലെ നിന്ന് ഉച്ചത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യരുടെ മഹത്വത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. പക്ഷെ ദൈവം ഉയർത്തണം. ദൈവം ഉയർത്തിയ ജീവിതങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, എത്ര വലിയ കല്ല് കൊത്തിവെച്ചാലും അടുത്ത വികാരി കഴിവുള്ളവനാണെങ്കിൽ ആ കല്ല് പൊട്ടിച്ചിട്ട് പുതിയ പള്ളി പണിയാം, ഇല്ലേ? ഞാൻ പറയാ, ഞാൻ ഇരുന്ന കാലത്താണ് ഈ പള്ളിയിൽ ഇന്നുപോലെ എല്ലാം നടത്തിയെന്ന് പറഞ്ഞൊരു കല്ല് കൊത്തിവെച്ചാൽ അടുത്ത വികാരി ബുദ്ധിയുള്ള ഒരു അച്ഛനാണെങ്കിൽ ആദ്യം ആ പള്ളി തന്നെ അങ്ങ് പൊളിക്കും, അല്ലേ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എത്ര കല്ല് കൊത്തിവെച്ചാലും ചിലപ്പോൾ നമ്മുടെ പേര് മാഞ്ഞു പോയെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞ ഒരു കഥയെന്ന് പറയാൻ എനിക്ക് താല്പര്യമല്ല, ഒരു വളരെ ശക്തമായ ഒരു അനുഭവമാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാധാരണഗതി കുടുംബത്തിൽ പറഞ്ഞവരുടെ പേരാണ് നമ്മൾ എഴുതി വെക്കാറല്ലേ? നമ്മൾ കുടുംബചരിത്രം എഴുതുമ്പോഴും IAS കാരനുണ്ട് എഴുതും, മെത്രാച്ചനുണ്ട് പേരെഴുതും, അതിനകത്ത് ചെരുപ്പൂത്തി ഉണ്ടെങ്കിൽ അവന്റെ പേര് കുടുംബചരിത്രത്തിൽ എഴുതുമോ? സൈഡിൽ വല്ലോ ഒന്ന് മെൻഷൻ ചെയ്തെങ്കിലും. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ പറഞ്ഞ കഥയിൽ ധനവാൻ എന്തില്ല? പേരില്ല. എന്നാൽ ദരിദ്രൻ എന്തുണ്ട്? പേരുണ്ട്. കുവൈറ്റില് സെന്റ് സ്റ്റീഫൻസ് പള്ളിയില് സേവർ സിനിമേനയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അങ്ങനെ ഞാൻ തിരുമേനിയെ കണ്ടപ്പോൾ തിരുമേനോട് ചോദിച്ചു, ആ പ്രസംഗം എവിടെ നിന്നാണ്? തിരുമേനി എനിക്കൊരു പുസ്തകം തന്നു. ഞാൻ ആ പുസ്തകം വായിച്ചു. ഞാൻ മുന്നമേ പറഞ്ഞ സ്വർണ്ണനാവുകാരന് ഈവാനിയോസിന്റെ 7 ദിവസത്തെ ഒരു പ്രസംഗമാണ് ധനവാന്റെ ലാസറിന്റെ ഉപമ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ധനവാൻ എല്ലാ ദിവസവും സുഖിച്ച് പുളച്ച് ജീവിച്ചവനാണ്, അല്ലേ? തനിക്കുള്ള ആനക്കൊമ്പുകളുള്ള കട്ടിലിൽ കിടന്ന് പട്ടുമെത്തയിൽ ഉറങ്ങി സുഖലോലുപതയുടെ ഏറ്റവും പാരമ്യത്തിൽ ജീവിച്ചവൻ, ലോകപ്രകാരം മഹത്വം ധരിച്ചവനായിരുന്നു ധനവാൻ. എന്നാൽ അവൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച എന്താണ്? തന്റെ പടിപ്പുരവാതിക്കൽ കിടക്കുന്ന ദരിദ്രനായ ലാസറിനെ ആണോ? ഇവര് രണ്ടുപേരെയും കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞു, രണ്ടുപേരും മരിച്ചു. നമ്മളൊക്കെ പോകത്തില്ലേ? എത്ര ഉറച്ചു നിന്നാലും തട്ടിപ്പോവും, ഉറപ്പല്ലേ? ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. നിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി ഇങ്ങനെ കുറെ നുണ പറയുന്നത് കൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ ഒരു പുനരുദ്ധാനം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഇനി ഇതിനപ്പുറത്തേക്ക് പറയുന്ന കഥ കൂടെ വിശ്വസിക്കണം. യേശു തമ്പുരാൻ പറഞ്ഞു, രണ്ടുപേരും മരണപ്പെട്ടു. ധനവാൻ എവിടെ പോയി? നരകത്തിൽ പോയി. ലാസർ എവിടെ പോയി?
അബ്രഹാമിന്റെ മടിയിൽ പോയി. ധനവാന്റെയും ലാസറിന്റെ അനുഭവത്തെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്, എന്തുകൊണ്ട് ധനവാൻ നരകാവകാശിയായി? ഒറ്റ ഉത്തരവേ പറയുന്നുള്ളൂ, ലോകപ്രകാരം എല്ലാ മഹത്വവും ആഡംബരവും ധരിച്ചവനായിരുന്നു ധനവാൻ. അവന്റെ ഹൃദയകാഠിന്യം വെളിപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, അവൻ എല്ലാ ദിവസവും കണ്ട കാഴ്ച ഈ ദരിദ്രനെ ആണോ? ആ ദാരിദ്ര്യാവസ്ഥ വിളിച്ചു പറഞ്ഞ എങ്ങനെയാണെന്നറിയാവോ? ലാസർ കഠിനമായ രോഗത്താൽ ഭാരപ്പെട്ടവരാ. അവന്റെ വ്രണങ്ങളെ നായ നക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അത്രക്ക് മൃഗീയമായ ഒരു അവസ്ഥയിലാണ്. വിശപ്പ് കൊണ്ട് കണ്ണു കാണാൻ പാടില്ലാത്തൊരു മനുഷ്യൻ. എല്ലാ ദിവസവും ഈ കാഴ്ച കണ്ടിട്ടും ധനവാന്റെ ഹൃദയം ചലിച്ചില്ല. നമ്മൾ ഇന്ന് ഒരുപാട് ചാരിറ്റി ചെയ്യും. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട്, ഞങ്ങളാണെങ്കിലും നാട്ടിൽ എന്തെങ്കിലും വന്നാൽ ആദ്യം ഗൾഫുകാരോട് എന്തെങ്കിലും ചോദിക്കാനേ ഞങ്ങൾക്കും അറിയത്തുള്ളൂ, അല്ലേ? ചാരിറ്റി ചെയ്യും. പക്ഷെ ചാരിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് പറയുന്നതുകൊണ്ട് എന്നോട് ആരും പിണങ്ങരുത്. നമ്മള് കുക്കിലിയോൻ 2 ചെല്ലുമ്പം പൗലോസ് ഗ്രിഗോറിയോസ് കൃത്യമായിട്ട് പറയും, നയവാൻ വന പോലെ നല്ല പറയണ്ടേ, നീതിമാൻ. നയമുള്ളവനാണ് നയവാൻ. പിന്നെ ഞങ്ങൾ അച്ഛന്മാരത് ചൊല്ലുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇച്ചിരി സ്വല്പമൊക്കെ നയമില്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുക. നീതി എന്ന് പറയുന്ന വാക്ക് വളരെ പ്രത്യേകതയുണ്ട്. എന്നിട്ട് പൗലോസ് ഗ്രിഗോറിയോസിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മദർ തെരേസ വളരെ നിർമ്മലയായ ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ചാരിറ്റിക്ക് അത് നീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാനും ഓർത്ത്, തിരുമേനി എന്നാ വർത്താനം ഈ പറയുന്നത്? കാരണം ഇതാ പറഞ്ഞത്, അവരെ ആവശ്യക്കാർക്ക് എല്ലാം കൊടുത്തു, വിശന്നവന് ഭക്ഷണം കൊടുത്തു, വലിയ പുണ്യപ്രവൃത്തിയാണ്. പക്ഷെ അവന്റെ വിശപ്പെന്നും നിലനിൽക്കുക. ആ വിശപ്പിനെ അതിജീവിക്കാൻ, അവനെ ഉദ്ധരിക്കാനും കൂടെ ശ്രമിക്കേണ്ടതായിരുന്നു. നമ്മൾ ഇക്കാര്യം ചെയ്തുള്ളൂ, ചാറ്റി കൊടുത്തോണ്ടിരിക്കുക എന്നുള്ള. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യണം. കൊടുക്കുന്നവൻ എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു അച്ഛനായിരുന്നു. കൊറോണ സമയം വന്നപ്പം എന്റെ ഒരു സഹോദര വൈദികൻ എന്നെ വിളിച്ചു, രാത്രി ദുഃഖം പറയാൻ. അപ്പൊ എനിക്ക് ഏതായാലും ദൈവകൃത്യം കൊണ്ട് വലിയ പ്രതിസന്ധികൾ ഒന്നും ഇല്ലാത്തൊരു നല്ല പള്ളിയായിരുന്നു. ആലുവ UC കോളേജ് പള്ളി, നല്ല ആളുകളുള്ള ഒരു പള്ളി. അതുകൊണ്ട് ഞാൻ വളരെ കൂളായിട്ടിരിക്കുമ്പം എന്റെ സഹോദര വൈദികൻ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞു, അച്ഛാ എനിക്കിന്നൊരു ദുഃഖം ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയച്ചാ? മാസവരിയൊക്കെ മുടങ്ങിക്കിടക്കുന്നു, ശമ്പളവിഹിതം അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, പ്രിയ മക്കളെ, ശമ്പളവിഹിതം അടയ്ക്കണം, നിങ്ങൾ എല്ലാവരും മാസവരി കുടിശ്ശിക കൂടാതെ അടയ്ക്കണം. ഒരു വോയിസ് ഇട്ടു. ഒരു ചെറുപ്പക്കാരൻ യൂത്തൻ അച്ഛൻ തിരിച്ചൊരു വോയിസ് മെസ്സേജ് ഇട്ടു, അതിനച്ഛാ ഞങ്ങളിപ്പോ യൂട്യൂബിലാണ് കുർബാന കാണുന്നത്, പിന്നെ എന്തിനാണ് മാസവരി അടയ്ക്കുന്നത്? അച്ഛൻ അത് വലിയ സങ്കടമായി. അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ ഇച്ചിരി തല്ലുകൊള്ളി അച്ഛനായതുകൊണ്ട് ഞാൻ അച്ഛന് ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു. അച്ഛൻ ഇന്ന് വൈകിട്ട് അവന് തിരിച്ചൊരു മെസ്സേജ് ഇടണം, നിന്റെ ആരെങ്കിലും ചത്തുപോയ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തോ മതിയോ അതോ പള്ളി കൊണ്ടുവന്ന് അടക്കണമെന്ന് ചോദിച്ചു. അച്ഛനത് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? എന്നോടൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഒരു കാര്യം ഓർത്താൽ മതി, മേടിക്കുന്ന അച്ഛന്റെ കൈ താഴെയും തരുന്ന ഞങ്ങളുടെ കൈ മേളിലുമാണ്. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടായി ഒറ്റ കാര്യം ഓർത്താൽ മതി, കൈ വെക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ മേളിലുണ്ടാവുമോ? മേടിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ആത്മാഭിമാനമുണ്ട്. ഉണ്ടോ? ഈ ആത്മാഭിമാനം കളഞ്ഞ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയാൽ അതെങ്ങനെ കൊടുക്കണം? അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൊടുക്കണം. അത് ഇവിടെയല്ല പ്രതിഫലം കിട്ടാൻ പോലും പോകും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും എന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞിട്ടും ധനവാൻ ചെവിക്കൊണ്ടില്ല. എന്നാൽ ദരിദ്രനായ ലാസർ കഷ്ടത അനുഭവിച്ചെന്ന് മാത്രമല്ല, അവന്റെ ചില ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ധനവാന്റെ എച്ചിൽ പോലും അവന് കിട്ടിയില്ല. വിശപ്പടക്കാൻ അതെങ്കിലും മതിയായിരുന്നു, അതുപോലും അവന് കിട്ടിയില്ല. 2, നായ നക്കുന്ന വ്രണങ്ങൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. 3, ആശ്വാസവാക്ക് പറയാൻ ഒരാൾ അവന്റെ കൂടെയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, അയൽക്കാരന്റെ, തന്റെ യജമാനന്റെ ഉയർച്ച അപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷെ അവൻ പരാതിപ്പെടുന്നില്ല. ആ മനുഷ്യന്റെ ദുഷ്ടത കണ്ടിട്ടും അവനെതിരെ പിറുപിറുക്കുന്നില്ല ലാസർ. അവന്റെ ദുഃഖം പങ്കിടാൻ അതുപോലെ ഒരു അനുഭവമുള്ള ഒരു സുഹൃത്ത് പോലും അവനില്ലായിരുന്നു. പക്ഷെ ഇതിലൊന്നിലും ലാസർ പരാതിപ്പെടുന്നു. അതുകൊണ്ടാണ് ഉൾട്ട അടിച്ചു. മരണത്തിനപ്പുറം ലാസർ എവിടെ ചെന്നു എന്നാ പറയുന്നത്? ആരുടെ മടിയിലിരുന്നു എന്നാ പറയുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദ്യം ചോദിക്കാത്തതുകൊണ്ടാണോ?
പ്രസംഗം നിർത്താം, പെട്ടെന്ന് നിർത്താം. മരണത്തിനപ്പുറം ലാസർ എവിടെ ചെന്ന് വന്നാ? കൃത്യമായിട്ട് പറഞ്ഞാൽ അബ്രഹാമിന്റെ മടിയിൽ എന്ന് പറഞ്ഞാൽ, അബ്രഹാം ഈ മടി പിടിച്ചിരുത്തിയെന്നല്ല, ബോസം ഓഫ് അബ്രഹാം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ സംഘത്തിലേക്ക് ചേരുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ തുബ്ദൻ കഴിഞ്ഞുള്ള പ്രാർത്ഥനയിലും പറയുന്നുണ്ട്. വിശ്വാസികളെ, മരിച്ചുപോയവരെ ഓർക്കുമ്പോൾ പറയുന്നുണ്ട്, അവരുടെ സംഘത്തിൽ എണ്ണപ്പെടുവാൻ, അല്ലേ നമ്മുടെയും ആകാംക്ഷത. എന്നാൽ ഓർത്തതൊക്കെ കൃത്യമായിട്ട് പറയുക, അബ്രഹാം ആരാ? വഴിയേ പോയ ദൂതന്മാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത അതിഥി സൽക്കാര പ്രിയന്റെ പേരാണ് അബ്രഹാം. ആണോ? തനിക്കുള്ളതിനെ അറുത്ത് വഴിയേ പോയ ദൂതന്മാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത അബ്രഹാമിന്റെ മടിയിലാണ് ദരിദ്രനായ യജമാനന്റെ എച്ചില് പോലും കിട്ടാതിരുന്ന ലാസറിനെ ദൈവം ഇരുത്തിയത്. ഇതാണ് ദൈവം വരുന്ന മഹത്വത്തിന്റെ പ്രത്യേകത. വിശ്വസിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ മാത്രമല്ല മഹത്വം കിട്ടേണ്ടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാ, നമ്മൾ ഈ ലോകത്തിലെ മഹിമയിൽ മാത്രം ആശ്രയിക്കും. അൾട്ടിമേറ്റ് പോസിബിലിറ്റി എന്താണെന്ന് ചിന്തിക്കും. ഏതുവരെ എനിക്കെത്താം, എവിടം വരെ എനിക്കെത്താം? ഞാനൊരു കല്യാണം കഴിക്കാത്ത അച്ഛനായതുകൊണ്ട് എനിക്ക് എത്ര വരെ ആഗ്രഹിക്കാം? വേണമെങ്കിൽ മലങ്കര സഭയുടെ കാല് കാണാൻ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ? പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അൾട്ടിമേറ്റ് പോസിബിലിറ്റീസ് കാതോലിക്കോസ് എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. പറ്റുമോ? ഞാൻ മീൻപാറ അരമനയുടെ ചുമതലയെടുത്തപ്പം എന്റെ സ്വന്തം വ്യത്യാസത്തിൽ അച്ഛന്മാർ പറഞ്ഞു, ഇനി എന്നാ വേണം? കാതോലിക്കയുടെ ആളല്ലേ. എനിക്ക് യാതൊരു അഹങ്കാരം അതിനകത്ത് തോന്നിയിട്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് കാതോലിക്ക എടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിലാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യ കണ്ട മഹത്വമുള്ള ഒരു നേതാവായിരുന്നു, അല്ലേ? ബുദ്ധിയുള്ളത് കൊണ്ടായിരിക്കാം, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം, ദർശനമുള്ള ഒരു നേതാവായിരുന്നു അബ്ദുൽ കലാം. അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന PM നായർ, മലയാളി. അദ്ദേഹം പറയുന്ന ഒരു അനുഭവം, മാറി നിന്ന് അബ്ദുൽ കലാമിനെ വീക്ഷിച്ചിട്ട് പറഞ്ഞ അനുഭവമാണ്. ഒരിക്കൽ അബ്ദുൽ കലാം VVIPകൾക്ക് വേണ്ടി ഒരു ചായ സൽക്കാരം ക്രമീകരിച്ചു. പൂർണ്ണ ഉത്തരവാദിത്വം PM നായർക്കാണ്. ഒരു ഓപ്പൺ ഗാർഡനിൽ ഈവനിങ്ങിലാണ് ഈ ചായ സൽക്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി, എല്ലാ ഗസ്റ്റിനെയും വിളിച്ചു വരുത്തി. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് PM നായർ വളരെ നിരാശനായി അബ്ദുൽ കലാമിന്റെ അടുക്കൽ വന്നു. അബ്ദുൽ കലാമിന്റെ അടുക്കൽ നിരാശനായി നിൽക്കുന്ന നായരെ കണ്ടിട്ട് അബ്ദുൽ കലാം ചോദിച്ചു, എന്താ പറ്റി? അദ്ദേഹം പറഞ്ഞു, സാർ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു, ഓപ്പൺ ഗാർഡനിലാണ് ഫംഗ്ഷൻ. പക്ഷെ ഒരു വലിയ പ്രതിസന്ധി, വലിയൊരു കാർമേഘം ആകാശത്ത് രൂപപ്പെട്ടിരിക്കും. നിശ്ചയമായും മഴ പെയ്യും. ഇനി പെട്ടെന്ന് ഒരു ക്രമീകരണം ചെയ്യുക അസാധ്യം. അതുപോലെ ഗസ്റ്റുകളെ വിളിച്ചു. എന്തു ചെയ്യും? അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, നിരാശനായി നിന്ന നായരോട് അബ്ദുൽ കലാം ഒരു നിമിഷം മൗനമായി നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ നായർ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ മുകളിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പറഞ്ഞൊരു വാചകമാ ഇദ്ദേഹം എഴുതി വെക്കുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ഉയരത്തിലുള്ളവനോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഫോർ ദ ഹയർ there is a highest. ഉണ്ടോ? നമുക്ക് മീതെയുള്ള മനുഷ്യന് മീതെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ വില കുറഞ്ഞ മനുഷ്യരായി പോകുന്നത്. ഈ ലോകത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് മഹത്വം ആഗ്രഹിക്കുക, അതല്ല വേണ്ടുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പരിമലത്തിരുമേനിയെ ഇന്നും നമ്മൾ വിശ്വസിക്കുകയും ഇന്നും ആ പുണ്യപിതാവിന്റെ കബറടത്തിലേക്ക് ഒഴുകിക്കൊണ്ട്, നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിശ്ചയമായിട്ട് പോകത്തില്ലേ? എന്തുകൊണ്ടാ? അദ്ദേഹം വലിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടാണോ? ഇത്രയും നാള് സഭയുടെ ഉന്നതമായ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല. അദ്ദേഹം ധരിച്ചിരിക്കുന്ന കുരിശിനെ ഉള്ളിലേക്ക് ആവഹിച്ചുവെന്ന് ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചതുകൊണ്ടാ, മഹത്വം ദൈവം അണിയിച്ചതുകൊണ്ടാ. ആണോ? ഞാൻ പറയും, പുരോഹിതന്മാർ എവിടെയാണ് ശ്രേഷ്ഠമാകുന്നതെന്ന് ചോദിച്ചാൽ ഇത്ര പള്ളിയിലിരുന്നു, ഇത്ര കെട്ടിടം പണിതു അല്ല. നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് സെന്റ് ഓഫിന് പോകുമ്പം നിങ്ങൾ പുകഴ്ത്തി പറയുമായിരിക്കും, അല്ലേ? എനിക്ക് അച്ഛനെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. പിന്നെ സീനിയർ അച്ഛൻ, നല്ല സുന്ദരമായ താടിയുള്ള ഒരു അച്ഛൻ. എനിക്ക് സംസാരിക്കാനൊക്കെ ഒരു പേടി. പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ. നിങ്ങൾ ഈ അച്ഛന്മാർ സെന്റ് ഓഫ് ആയി പോകുമ്പം ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത നുണ കുറേ പറയും, അല്ലേ? എനിക്ക് ആദ്യം കിട്ടിയത് ആലുവ തൃക്കുന്നൽ സെമിനാരിയാണ്. അപ്പം ചോരത്തിളപ്പുള്ള ഒരു പ്രായം, തിളപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് മെത്രാച്ചൻ എന്റെ തലയ്ക്ക് മീതെ എപ്പോഴും ഉണ്ടായിരുന്നു. 11 മാസമേ ആ പള്ളിയിൽ ഇരുന്നുള്ളൂ. കയ്യിലിരിപ്പുണ്ടല്ലോ കേട്ടോ, നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം എന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കണം. കയ്യിലിരിപ്പുണ്ടല്ല,
11 മാസം കഴിഞ്ഞ് ഞാൻ പോകാൻ നേരത്ത് അവരെന്നോട് പറഞ്ഞു, അച്ഛനൊരു സെൻഡ് ഓഫ് തരാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, 11 മാസമൊക്കെ ഇരുന്നൊരു സെൻഡ് ഓഫ്. അവര് പറഞ്ഞു, ആദ്യമായിട്ടൊരു പള്ളിയിൽ നിന്ന് പോവല്ലേ, ഇനി എവിടെയെല്ലാം ഓടിയാ പറ്റും, തരാമെന്നോ. അപ്പൊ ആ പള്ളിയിൽ ഒരു പ്രശസ്തനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു അച്ഛനെ ഞങ്ങൾ ഇതിനു മുമ്പ്, ഞാനങ്ങോട്ട് ഞെളിഞ്ഞങ്ങോട്ട്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ സത്യം മനസ്സിലായത്. ആ പുള്ളി എന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് തന്നെ ആ പള്ളിയിൽ നിന്ന്. അപ്പോഴാണ് ടോൺ എനിക്ക് മനസ്സിലായത്. അയാൾ പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നും. അയാൾ പറഞ്ഞു, ഇതുപോലെ ഒരു മുടിഞ്ഞ അച്ഛനെ ഞങ്ങള്. ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വലിയ സത്യമാണ്, മനുഷ്യരുടെ മാനത്തിന് എന്തുണ്ട്, മനുഷ്യർ തരുന്ന മഹത്വത്തിന് എന്തുണ്ട്? പരിമിതിയുണ്ട്, പരിധിയുണ്ട്. പക്ഷെ ദൈവം ഉയർത്തണം, വേണോ? അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ കുക്രിയോൻ ചൊല്ലുമ്പം ഇനി ശ്രദ്ധിക്കണം. ചാർത്തും നീതിയെ നിൻ ആചാര്യന്മാരും മഹിമയെ നിന്നെ വിജ്ഞന്മാരും അഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. അടുത്ത വരി എന്നാ? നിങ്ങളല്ലേ പാടുന്നത്? എൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമി സാക്ഷിയെ. ഒരു പുരോഹിതൻ എവിടെയാണ് മഹത്വം ചാർത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അവന്റെ വിശ്വാസികൾ, ദൈവം അവനെ ഭരമേൽപ്പിച്ച വിശ്വാസികൾ അവന്റെ കൽപ്പനകളെ പാലിക്കുന്നിടത്താണ്. അല്ലാതെ പള്ളി പണിത് കൊടുക്കുമ്പോഴല്ല. ദൈവം മഹത്വം അണിയിക്കണമെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കാൻ ജീവിതം കൊണ്ട്, മാതൃക കൊണ്ട് ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. വേണോ? നമ്മുടെ മക്കള് നമ്മളെ സ്നേഹപൂർവ്വം, നമ്മുടെ മരണത്തിനപ്പുറം എന്താണ് പുനരുദ്ധാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മരണത്തിനപ്പുറം നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് ഓർക്കുമ്പം അവരുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരണം. വേണോ? അവർ കല്ലറ വന്നില്ലെങ്കിലും എന്റെ അപ്പൻ, എന്റെ അമ്മ എന്ന് ഓർക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു ദുഃഖം, അവരുടെ ശബ്ദം ഇടറിയാൽ അതിന്റെ അർത്ഥം പുനരുദ്ധാനം സാധ്യമായെന്നാ. നമുക്കത് മനസ്സിലായിട്ടുണ്ടോ? കാരണം എത്രയൊക്കെ ബന്ധങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തതിൽ ദുഃഖം തോന്നിയ ഞാൻ ഒരു ശവോടക്കിന് പോകും. എനിക്ക് ഏറ്റവും പ്രത്യാശ തരുന്ന ഒരു സ്ഥലമാണ് ശവോടക്ക്. അതിനകത്ത് ഏറ്റവും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എവിടാന്നറിയോ? ഊഹിച്ചെന്ന് പറയാമോ? നിങ്ങൾ ഉറങ്ങാണോന്ന് അറിയാൻ ഒരു ചോദ്യം ചോദിച്ചു. അത് വലിയ അന്തിചുംബനം, അതൊക്കെ അത് ഫൈക്കാം. ഏറ്റവും വലിയ ആളാന്ന് പറഞ്ഞാലും ടിഷ്യൂ എവിടെ? നമുക്ക് പേടി, അച്ചായന്റെ വല്ലോ ഇനി അവസാനം നമ്മുടെ. ഞാൻ ഈ അടുത്തിടയിൽ വളരെ ഹൃദയസ്പർശിയ ഒരു കാഴ്ച ഒരച്ഛൻ പറഞ്ഞതിൽ നിന്നാ കേട്ടത്. ഒരമ്മ മരിച്ചു കിടന്നപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തത് അമ്മയുടെ വയറ്റിലാണ്. ഏറ്റവും വലിയ കടപ്പാടുള്ള സ്ഥലം ആണോ? എനിക്കിപ്പോ എന്റെ അമ്മയെ കാണാൻ പോകുന്നത് പറഞ്ഞപ്പോ. അതുകൊണ്ട് എല്ലാം അസുഖം പിടിച്ചാലും ശരി, 3 വട്ടം കൊറോണ വന്നാണ്, ദൈവം എന്നെ കൊണ്ടുപോയില്ല. ചാകേണ്ടതാണ്. തേങ്ങ തല വീണാണേലും കുബൂസ് തൊണ്ടയിൽ ഉടക്കിലാണേലും അച്ഛൻ നല്ല മനോഹരമായിട്ട് നടത്തിക്കൊള്ളും, പേടിക്കണ്ട. ഞാനിവിടെ ഉള്ളപ്പോഴാണ് ഞാനും കീച്ചിക്കോളാം. ചാകുന്നൊരു ഉറപ്പുണ്ട്. പക്ഷെ മരണത്തിനപ്പുറം നമ്മുടെ ബന്ധങ്ങളിലുള്ളത് നമ്മളെ എങ്ങനെ ഓർക്കും? അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നൊരു. ചിലരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ശോശപ്പ മുഖത്തോട്ട് ഇടുമ്പോഴാണോ? അല്ല. തൈലം ഒഴിക്കുമ്പോഴാണോ? അല്ല. മണ്ണിടുമ്പോഴാണോ? അല്ല. കാപ്പി കൊടുക്കുമ്പോഴാണ്. കല്ലറയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മാമ്മയുടെ കരച്ചിൽ കണ്ടപ്പം ഞാൻ ഓർത്തു, അമ്മാമ്മ ഇപ്പൊ എടുത്തിയാടും. അച്ഛനെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറും അമ്മാമ്മ. ഞാൻ അച്ഛനായിട്ട് 9 വർഷമായി. ഇന്ന് വരെ ഒരമ്മാമ്മയും കല്ലറയ്ക്കകത്തുനിന്ന് കയ്യെ പിടിച്ച് കയറ്റേണ്ടി വന്നിട്ടില്ല, ഒരച്ചായനെയും കെട്ടിപിടിച്ച് പൊക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കറിയാം ബന്ധങ്ങൾക്ക് കൂട്ടുപോകാൻ പറ്റുന്ന അവസാനത്തെ സ്ഥലം എവിടെയാ? കല്ലറയാ. നമുക്കറിയാം, യുക്തിയുണ്ട്. അതുകൊണ്ടാണ് കാപ്പി കുടിക്കുന്നിടത്ത് വരുമ്പോൾ അമ്മാമ്മയുടെ കണ്ണുനീര് അതുവഴി പോയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഒരു വാചകം പറയാറുണ്ട്, there is a limit for human generosity. മനുഷ്യന്റെ ഔദാര്യങ്ങൾക്കും മനുഷ്യൻ തരുന്ന മാനത്തിനും എന്തുണ്ട്? പരിധിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബന്ധങ്ങളെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ബലപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ സുഹൃത്തുക്കളാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്ത ചില സുഹൃത്തുക്കളാണ്. അത് ഒരുപാട് പേര് ഘോഷിക്കൊന്നും വേണ്ട. നിസ്സാരം. നമ്മുടെ അടുത്ത് നിൽക്കുന്നവര് തിരിച്ചറിയണ്ടേ?
നമ്മുടെ പള്ളിയിലെ അച്ഛൻ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഇത്രയും പേരെങ്കിലും അറിയണ്ടേ? നമ്മൾ മരിച്ചു കിടക്കുമ്പം പല അച്ഛന്മാരും നരകത്തിൽ പോകാനുള്ള പ്രധാന കാരണം എന്താ? ഇല്ലാത്തതാണ് പലരും പ്രസംഗിക്കുന്നത്. ഞാന് ആലുവ സെമിനാരിൽ അച്ഛന്റെ അടക്കത്തിന് പോയി. പള്ളി കണ്ടിട്ടില്ലാത്ത അപ്പച്ചനാ, ഒരു കോർപ്പിസ്കോപ്പയുടെ മകനാ, 92 വയസ്സ്. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം അപ്പച്ചൻ മരിച്ചേ. അത്രയ്ക്ക് ശക്തി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് പ്രാർത്ഥിക്കാൻ വിടരുത്. ഞാൻ പോയി തൈലാഭിഷേകം കൊടുത്തു, ഒരാഴ്ച വീട്ടിൽ വന്നു. 92ാമത്തെ ബർത്ത്ഡേക്ക് എന്നെ രാവിലെ വിളിച്ചു. ഞാൻ പോയി പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പം അപ്പച്ചൻ സെറ്റായി. ഞാൻ പോയി, പള്ളി വരത്തില്ലല്ലോ. അപ്പച്ചൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്താന്ന് എനിക്കറിയത്തില്ല. 280 ഏക്കർ തേയിലത്തോട്ടമുള്ള അപ്പച്ചൻ മരിച്ചു. ഈ പെട്ടിക്കകത്തോട്ടെടുത്ത് കിടക്കാൻ ഞാൻ നോക്കിയപ്പോ 4 വശത്ത് പിടിക്കണ്ടേ ആൾക്കാർ. 3ാമത്തെ വശം ഞാൻ പിടിച്ചു, 4ാമത്തെ വശം പിടിക്കാൻ 250 ഏക്കർ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പച്ചനെ പെട്ടിക്കൊണ്ട് സുന്ദരനാക്കി കിടത്തി. ഒരു കോർപ്പിസ്കോപ്പ വന്ന് പ്രസംഗിച്ചു. പേര് പറഞ്ഞാൽ ഇവിടുത്തെ ആലുവക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോർപ്പിസ്കോപ്പ വന്ന് പ്രസംഗിച്ചു. പള്ളി കാണാത്ത അപ്പച്ചൻ 92 വയസ്സായി കിടക്കുമ്പം അച്ഛൻ പ്രസംഗിച്ചു, ഇതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ടതെന്നൊരു മനുഷ്യൻ മരണം വീടാന്ന് ഞാൻ മറന്നു. ഞാൻ ചിരിച്ചു. അന്ന് ഏതായാലും ലൈവ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടില്ല. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ ചരമപ്രസംഗം എങ്ങനെയാണെന്ന്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ 33ാമത്തെ വയസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പലരും നമ്മുടെ നന്മ പറയും, പക്ഷെ മരണത്തിനപ്പുറം പറയുന്ന അതാണ് പുനരുദ്ധാനം. മനസ്സിലായോ? കർത്താവിന്റെ മരണത്തിനപ്പുറം എല്ലാവരും ചിതറിപ്പോയി യഹൂദന്മാര് സന്തോഷിച്ചിരിക്കുമ്പം ചില സ്ത്രീകൾ പുറപ്പെട്ടു എന്നവർ, അല്ലേ? കല്ലാരും ഉരുട്ടു നീക്കുമെന്നുള്ള പ്രതിസന്ധിയൊക്കെ, പക്ഷെ അവരുടെ യാത്രയാണ് പുനരുദ്ധാനത്തിന്റെ ആദ്യ ലക്ഷണം. നമുക്കങ്ങനെ നമ്മുടെ സ്മരണകളെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ജോസഫ്, ഇന്നലെ ഞാൻ പറഞ്ഞു, ജോസഫ് എല്ലാ സമൃദ്ധിയിലും ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എല്ലാ മഹത്വമുണ്ട്, രാജ്യത്തിൽ കിട്ടാവുന്ന പരമോന്നത ബഹുമതി കിട്ടിയിട്ടിരിക്കുക. പക്ഷേ ജോസഫ് മക്കളെ വിളിച്ചിട്ട്, സഹോദരങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, മക്കളെ, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇതൊരു പരദേശവാസമാണ്. നിങ്ങളെ സ്വന്തം ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ അസ്ഥികളെ കൂടെ ചുമന്നുകൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറയിൽ എന്റെ അസ്ഥികളെ അടക്കം ചെയ്യും. ഇത് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗത്താണ്. എന്നാൽ ജോസഫ് മരണപ്പെട്ടു. സ്റ്റഫ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം 500 വർഷങ്ങൾക്കപ്പുറം യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, അവർ തങ്ങളുടെ പിതാവായ ജോസഫിന്റെ അസ്ഥികളെ പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. മക്കളുടെ ഉത്തരവാദിത്തമാണ് അമ്മയപ്പന്മാരുടെ സ്മരണ ഏറ്റെടുക്കുക. ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇത്രയും നാളത്തെ ജീവിതം നോക്കിയാൽ മതി. നമ്മളെ കുറിച്ച് ഓർക്കുമ്പം അയ്യോ അതൊരു നഷ്ടമെന്ന് പറയാൻ എന്തെല്ലാം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ മതി. ചിലപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലായിട്ട് ഒരു വലിയ നഷ്ടം ഭവിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് വരുമ്പം തോളെ തട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, അച്ഛാ പോട്ടെ, നമുക്ക് ദൈവമില്ലേ. ആ ഒറ്റ വാചകത്തിന്റെ പേര് സുവിശേഷം. മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നിട്ട് അവർ തിരിച്ചു വരികയെന്ന് വെച്ചോ, എണ്ണി അവന് കൊടുത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല അമ്മ. മറിച്ച് അവനോട് പറയാൻ സാധിക്കണം, സാരമില്ല, പേടിക്കണ്ട, യഹോവ എന്റെ ഇടയാ. ഇതിൽ നിന്നാണ് മഹത്വം വർദ്ധിപ്പിക്കേണ്ടത്. മനുഷ്യരുടെ മാനമല്ല, ദൈവം തരുന്ന മാനം. യോബ് പറഞ്ഞു, ഞാൻ പലരെ ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കിത് ഭവിച്ചിട്ട് ഞാൻ തളർന്നുപോയി. യോബിന്റെ ഈ സംസാരങ്ങൾക്കൊക്കെ ഒടുവിൽ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യോബ് നിലവിളിക്കുക, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഗ്രേറ്റ് മിസറീസ് ആൻഡ് പെയിൻ. അവൻ റീകൗണ്ട് ചെയ്യുക, ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞ എന്താ, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. ഒരു ദൈവിക വെളിച്ചം എന്നെ പൊതിഞ്ഞു നിന്നു. ഇന്ന് എനിക്കത് നഷ്ടമായി പോയി. എന്റെ നീതിയിലുള്ള അമിതമായ അഹങ്കാരം. 2, അങ്ങന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഹിത്വം ഉണ്ടായിരുന്നു. ദൈവബന്ധത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റി. ഇന്ന് എന്നോടുള്ളവരെല്ലാം എന്നെ പകയ്ക്കുന്നു. 3, അന്ന് തനിക്ക് മഹത്വം ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഉള്ളപ്പം ദൈവം തന്ന മഹത്വം ഇന്നത് പോയിരിക്കുന്നു. നോക്കിയാട്ടെ, യോബ് ഇങ്ങനെ നീതിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. 32ാമത്തെ അധ്യായത്തിൽ 4മതൊരു സ്നേഹിതനുണ്ട്, തമ്മിൽ പ്രായം കുറഞ്ഞവനെ, ഏലിഹു.
അവന് എടുത്ത വായിച്ചു വെച്ചു, ഇയ്യോബേ നിമിർത്ത്, ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെയും നീ നീതിമാനായിരുന്നിട്ടും ദൈവം നിന്നെ പരിശോധിച്ചു എന്നാ നിന്റെ നീതി എന്നതാ. ഏലീഹു കുറെ ചോദ്യം ചോദിക്കുന്നിടത്ത് ഇയ്യോബ് മൗനമാകാൻ തുടങ്ങി. 38-ാമത്തെ അധ്യായത്തിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങിയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ ദൈവം ശ്രദ്ധിക്കാത്ത എന്തെന്ന് ചോദിച്ചേക്കാം, അല്ലേ? ദൈവം എന്താ ഇത് കാണുന്നില്ല, കേൾക്കുന്നില്ല? ദൈവം മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളോട് ചിലത് ചോദിക്കാനുണ്ടെന്നാണ്. 38-ാമത്തെ അധ്യായത്തിൽ ദൈവം ചോദിക്കാൻ തുടങ്ങി, ഇയ്യോബേ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോ നീ എവിടെയായിരുന്നു? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇയ്യോബിന് മനസ്സിലായി, ഞാൻ ഏതുമല്ല. അവൻ പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ എന്റെ വായ പൊത്തുന്നു. സ്വയം നീതിമാനെന്ന് ധരിച്ച് ഈ പീഡകളിലേക്ക് ഏറ്റ ഇയ്യോബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ സഹനങ്ങളിൽ നിന്നിട്ട് ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ട്, ഈ കഷ്ടതകളിൽ നിന്ന് ദൈവത്തെ വീണ്ടെടുത്തിട്ട് ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ കണ്ടു. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ വായ പൊത്തുന്നു. ഈ അനുഭവത്തിലേക്ക് ദൈവം യോബിനെ കൊണ്ടുവന്നു പരിശോധനയ്ക്കൊടുവിൽ. എന്തിനാണ് പരിശോധന എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും, വെള്ളിയെ തനിത്തങ്കമാക്കേണ്ടതിന്. വെള്ളിയെ തനിത്തങ്കമാക്കേണ്ടതിന് ദൈവം പരിശോധനകൾ ജീവിതത്തിൽ വെക്കും, നിശ്ചയമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നലെ പറഞ്ഞല്ലോ, പ്രതിസന്ധികൾ എന്നെ വിട്ടുപിരിയാതിരുന്നിട്ടുണ്ട്. ഈ കറുത്തകുപ്പായം ഞങ്ങൾ അച്ഛന്മാരാകുന്ന സമയമാണ് ഏറ്റവും ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുന്നത്. 3-ാം വർഷം കഴിയുമ്പോൾ ഷമ്മാശനാകാം. അപ്പം എനിക്കാണ് എന്റെ ബാച്ചിലെ ഏറ്റവും ഇളയത് ഞാനായിരുന്നു. പക്ഷെ എന്റെ തിരുമേനി എന്നോട് പറഞ്ഞു, ആദ്യം പട്ടം തരാം, കുപ്പായൊക്കെ തയ്ച്ചോളാൻ പറഞ്ഞു. ഞാൻ ഓടി എന്റെ അപ്പന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പ കുപ്പായം തയ്ക്കാൻ സമ്മതിച്ചു, പൈസ വേണം. എന്റെ അപ്പൻ യാതൊരു നിവൃത്തിയില്ലാതെ എന്നോട് പറഞ്ഞു, ഇപ്പൊ യാതൊരു നിവൃത്തിയില്ല. എനിക്ക് വലിയ സങ്കടമായി. ഞാൻ തിരിച്ച് സെമിനാരി വന്നു. അച്ഛനറിയാം, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സെമിനാരിയുടെ ചാപ്പല്. ഞാൻ സത്യത്തിൽ ദൈവത്തോട് കലഹിച്ചു. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു ഐഫോൺ ചോദിച്ചില്ല, ലാപ്ടോപ്പ് ചോദിച്ചില്ല, എന്റെ ജീവിതത്തിലെ ഭൗതികമായ മറ്റൊരു കാര്യവും, ഒരു യൗപ്പതിയോക്കോനോ ഒരു പൗരോഹിത്യത്തിന്റെ ആദ്യ വസ്ത്രം ധരിക്കാൻ ചോദിച്ച് കറുത്ത കുപ്പായത്തിന് പോലും നിവർത്തി തരാത്ത നിന്റെ പിന്നാലെ ഞാൻ പോന്നിട്ട്, ജീവിതം കളഞ്ഞു പോന്നിട്ട് എന്നാ കാര്യം? ഞാൻ ചോദിച്ചതാ. പക്ഷെ എന്റെ സാക്ഷ്യം ഞാൻ പറയട്ടെ, എനിക്ക് ദൈവം ആദ്യം കറുത്ത കുപ്പായം തന്നെ എവിടെയാണെന്നറിയാവോ? എന്റെ അമ്മച്ചിയുടെ അനിയത്തി ഒരു വിധവയുണ്ട്. പുള്ളിക്കാരത്തി എനിക്ക് വേണ്ടി വെച്ച 3000 രൂപ. ഞാൻ പറയും, എന്റെ പൗരോഹിത്യത്തിന്റെ മൂലധനം നിർധനയായ വിധവയുടെ ചില്ലിക്കാശ. ദൈവം കാക്കുവോ? ദൈവം പരിശോധന എന്തിനാ തരുന്നത്? മൂലധനങ്ങള് വിശിഷ്ടമാക്കാൻ വേണ്ടിയിട്ട്. ഇനിയും കുവൈറ്റ് മഹാഇടവക്കാരോട് കണക്ക് ചോദിക്കാൻ പോവാ. ഇയ്യോബിന്റെ പുസ്തകം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? 42 അധ്യായമുള്ള പുസ്തകത്തിന്റെ അവസാനം ഇയ്യോബിനോട് ദൈവം പറയുന്നു, നീ ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? എന്നിട്ട് ദൈവത്തിന് ഇയ്യോബിന് കൊടുത്ത അനുഗ്രഹം ഇങ്ങനെയാ പറയുന്നത്, അവനുള്ളതിനൊക്കെയും ഇരട്ടിയായിട്ട് ദൈവം മടക്കി. എങ്ങനെ കൊടുത്തു? ഇരട്ടിയായിട്ട് മടക്കി. അങ്ങനെയാണെങ്കിൽ എത്ര ആടിനെ ഇയ്യോബിന് കിട്ടി? കണക്ക് നോക്കി വെച്ചിരിക്കുക. സീനിയർ സിറ്റിസൺ തന്നെയാണ്. എത്രയാടാ? എത്ര കാളെ കിട്ടി? 2000 കാള. ഓ എന്റെ അച്ഛാ! എത്ര ഒട്ടകം? ഞാൻ പോലും നോക്കിട്ടാ പറയുന്നത്. 6000. ഓ അപാര ബുദ്ധിശക്തി. അവസാനം എത്ര വൻകഴുത? 1000. എത്ര മക്കൾ? തെറ്റി. കുവൈറ്റുകാർ അങ്ങനെ വിളിക്കണ്ട. കണക്കൊപ്പിച്ചാണെങ്കിൽ എത്ര കിട്ടണം? 20 ആണോ? ഇവിടെ വേദവസ്തു ഇന്ന് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കണം. 10 മക്കളെ കൂടെ കൊടുത്തുള്ളൂ. മൃഗങ്ങളെയൊക്കെ ഇരട്ടി കൊടുത്തു. ചത്തുപോയതിനൊക്കെ പകരം ഇരട്ടി കൊടുത്തു. പക്ഷെ മക്കളെ ദൈവം എത്ര കൊടുത്തേ? 10 മക്കൾ പോയവന് 10 മക്കളെ കൂടെ കൊടുത്തുള്ളൂ. കാരണം മരിച്ചു പോയെങ്കിലും ഒരു നഷ്ടപ്പെട്ടു പോയി. മൃഗങ്ങൾക്ക് തുല്യം നഷ്ടപ്പെട്ടു പോയതില്ല. ആണോ? ഇത് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു വിശ്വാസപാഠവും കൂടിയാണ്. മരണത്തിനപ്പുറം അവര് മക്കൾ തന്നെയാണോ? അതുകൊണ്ട് ബാക്കിയെല്ലാം ഇരട്ടി കൊടുത്തു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വീട്ടിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യണം. കണക്കി മിടുക്കരാതെ, അതുകൊണ്ടാണ് നിഗളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ദൈവം പരിശോധിക്കും. ആടിനെ കിട്ടുമെന്ന് ഓർത്തിട്ടല്ല ദൈവം ഭാഗെ വിധേയപ്പെടേണ്ടത്.
പക്ഷെ ഈ പരിശോധനയ്ക്ക് ദൈവം എന്തോ ഒരു ഉദ്ദേശം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 കാര്യം ഈ യോബിന്റെ പുസ്തകം വായിക്കുന്നത് അവസാനത്തിൽ നമുക്ക് മനസ്സിലാകും. ദൈവം യോബിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പരമാധികാരി ആരാ? ദൈവമാണ്. 2, ദൈവത്തിന് എനിക്ക് തരാൻ ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. 3, എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് 3 മനസ്സിലാക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇന്ന് ഇവിടെ നമ്മൾ കൂടി എന്തിനാന്ന് ചോദിച്ചാൽ ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ട്. ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വിധേയപ്പെടണം. അതിന്റെ വഴികൾ ശോധന നിറഞ്ഞാണെങ്കിൽ പരാതിപ്പെടരുത്, ദൈവത്തിന് കീഴ്പ്പെടണം. വീണ്ടും പ്രത്യാശിക്കണം, എനിക്ക് തരാൻ അവന്റെ കയ്യിൽ ഇനിയും ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. ഇത് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമാകട്ടെ. ഒരു കഥ പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിടത്ത് 3 കുടിയന്മാര് നന്നായിട്ട് കിക്കടിച്ചു വരികയാണ്. നന്നായിട്ട് മദ്യപിച്ചവരാ. ഇവർ വന്ന് ഒരു ടാക്സി വിളിച്ചു. ടാക്സി ഡ്രൈവർക്ക് ഇവരടുത്ത് വന്ന് പറഞ്ഞപ്പോ തന്നെ കാര്യം മനസ്സിലായി. 3 പേരും നല്ല ഫിറ്റാണ്. വണ്ടിയെ കയറി ഈ കുടിയന്മാര് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്തോട്ടാക്കണം. എനിക്കിവിടെ ആകെ അറിയാവുന്ന അഹമ്മദി, അങ്ങോട്ടാക്കണം. ഡ്രൈവർ എന്തോ ചെയ്തു, ഇവര് 3 പേരും ഫിറ്റ് ആയതുകൊണ്ട് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് റേസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓഫ് ചെയ്തു. എന്നിട്ട് കുടിയന്മാരോട് പറഞ്ഞു, സാറേ സ്ഥലം എത്തിയെന്ന്. 1ാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് ഇയാൾക്ക് ഒരു ഷെയ്ക്കാൻഡ് എടുത്തിട്ട് പറഞ്ഞു, താങ്ക് യു. അപ്പൊ ഈ ഡ്രൈവർ മനസ്സിലാക്കി, നല്ല പറ്റ ഏറ്റു. 2ാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് എത്ര രൂപയായെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു. ഇയാൾ ഇച്ചിരി കൂട്ടി പറഞ്ഞു, ആ പൈസയും കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3ാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് ഈ ഡ്രൈവറുടെ കർണക്കുറ്റി നോക്കി ഒരു അടി വെച്ചു. ഡ്രൈവർ ഓർത്ത് ഇവൻ ഇച്ചിരി പച്ചയായിരുന്നു. പക്ഷെ അവൻ അവസാനം അടി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞത്, മേലാൽ ഇത്ര സ്പീഡ് വണ്ടി. 1ാമത്തെ ദിവസത്തെ പ്രസംഗം ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 2ാമത്തെ ദിവസം ദൈർഘ്യം ഇച്ചിരി കൂടുതലാണ്. പക്ഷെ പരിചിതനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി. നാളെ വരുമ്പം എവിടെ കൊണ്ടെങ്കിലും ഒക്കെ ഒരു ചെറിയ വാക്കുകളെങ്കിലും ഓർക്കാൻ ഇടയാകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തോല് ഞാൻ താഴോട്ടിട്ടാൽ, എന്റെ ശരീരത്തിൽ തൊട്ടാൽ എന്റെ ജീവിതം മാറണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിന് സഹായം ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.